ഗസയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് സംസാരിക്കും അല്പസമയത്തിനകം. ഷർമുൽ ഷൈഖിലേക്ക് ചർച്ചകൾക്കായി ട്രംപും നെതന്യാഹുവും തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ട്രംപ് ഇസ്രായേലിൽ സംസാരിക്കും. കൂടാതെ മോചിതരായ ബന്ദികളെ സന്ദർശിക്കും, ബന്ദികളുടെ ബന്ധുക്കളെ കാണുമെന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ദി കൈമാറ്റത്തിന് ശേഷം എന്തായിരിക്കും ഇസ്രായേലിന്റെ നിലപാട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഹമാസ് വിഷയത്തിൽ എന്തായിരിക്കും തീരുമാനിക്കുക എന്നറിയേണ്ടതുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ഈജിപ്തിൽ വളരെ നിർണായകമായ ചർച്ചയിലേക്കാണ് കടക്കുന്നത്. എന്തായിരിക്കും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതികളിൽ എന്തായിരിക്കും നിലപാട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ചർച്ച നടക്കുക. ഇനി ഗസയ്ക്ക് എങ്ങനെ സമാധാനം, ഇനി എത്ര അകലെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോഴത്തെ ഈ ആഹ്ലാദം ബന്ദികളെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രത്തോളമായിരുന്നു ഈ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിൽ ഗസയിൽ എത്രത്തോളം ആഹ്ലാദം ഉണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഇസ്രായേലിലും ബന്ദികളുടെ വിഷയത്തിൽ മാത്രം. പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇപ്പം നേരത്തെ തന്നെ ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം, അത് നെതന്യാഹു ഒക്കെ പറയുന്ന ഒരു സാഹചര്യം, അതിൽ തന്നെ എക്സ്ട്രീം റൈറ്റ് നേതാക്കൾക്ക് അവിടെ എത്രത്തോളം എതിർപ്പ് അതിലുണ്ടായിരുന്നു, തീവ്ര വലതുപക്ഷ നേതാക്കൾ അതിനെ എങ്ങനെ എതിർത്തു, മന്ത്രിസഭയ്ക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കി എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേലിനകത്ത് സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങൾ? നമ്മൾ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി നേതൃത്വത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു, ഇനി വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക എന്ന പരിപാടി അത് ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ട്രംപ് നെതന്യാഹുവിനോട് അറിയിച്ചു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതിന് പകരമായി എന്നാൽ അങ്ങനെയാണ് എങ്കിൽ യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കണം എന്ന് നെതന്യാഹു ട്രംപിനോട് പറയുന്നു. അങ്ങനെയാണ് യുദ്ധലക്ഷ്യങ്ങളിൽ ഓരോന്ന് ഇപ്പോൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ബന്ദികളുടെ മോചനം തന്നെയാണ്. ഇപ്പോൾ ഇന്ന് 20 ജീവനോടെയുള്ള ബന്ദികളെ ഇന്ന് അവരുടെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. എല്ലാ 20 ആളുകളും ഇപ്പോൾ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞു. അവർ ആശുപത്രിയിലാണുള്ളത്. അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നറിഞ്ഞാൽ അവരെ ഇന്ന് ബന്ധുക്കളുടെ കൂടെ തന്നെ വിടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മരിച്ച ആളുകളാണ്. മരിച്ച ബന്ദികളുടെ മൃതദേഹം ഇന്ന് അല്പസമയത്തിനകം തന്നെ, ഇന്ന് രാത്രിയാകുമ്പോഴേക്കും വിട്ടു നൽകുമെന്നുള്ള സൂചന തന്നെയാണ് ഹമാസ് റെഡ് ക്രോസിൽ നൽകിയിട്ടുള്ളത്. റെഡ് ക്രോസ് അക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തന്നെ ആ 28 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിന്റെ ലക്ഷ്യമായി നെതന്യാഹു എണ്ണിയത് ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഹമാസിനെ പൂർണ്ണമായും അതാണ് രണ്ടാം ഘട്ടം എന്നോണം അവരത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹമാസിന്റെ പങ്കാളിത്തം ഇല്ലാതെ ഗസയിൽ ഒരു പുതിയ ഭരണ സംവിധാനം, പലസ്തീനികളെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ സൈനികരെയും ഉൾപ്പെടുത്തിയ ഒരു സുരക്ഷാ സേന രൂപീകരിക്കുക, അതിനപ്പുറത്തേക്ക് ഹമാസിന്റെ നിരായുധീകരണം, ഇതായിരിക്കും രണ്ടാം ഘട്ടം എന്ന രീതിയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ചർച്ചയിലേക്ക് കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്, ഇല്ലെങ്കിൽ അത് പോസിബിൾ ആണോ എന്നുള്ള കാര്യമാണ് നിലവിൽ. ഇപ്പോൾ തന്നെ ഹമാസ് അവിടെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അവിടെ കെട്ടിടങ്ങൾ, അവശിഷ്ടങ്ങൾ മാറ്റുന്നതിലാണെങ്കിലും അവിടുത്തെ ഒരു സംരക്ഷണം ഒരുക്കലിലാണെങ്കിലും ഹമാസ് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പലസ്തീനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ തന്നെ ഹമാസ് അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം സൈനികമായി സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾ അവർക്ക് പിന്തുണ നൽകുന്നു. ഇപ്പോൾ ഖാൻ യൂണിസിൽ നമ്മൾ കാണുന്ന കാഴ്ച 10,000 അവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഹമാസ് അവിടെ ഫലസ്തീനി ബന്ദികൾ എത്തിക്കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ, അവർക്ക് പലതരത്തിലുമുള്ള ചടങ്ങുകൾ ഒരുക്കാൻ, അവിടെ ഒരുപക്ഷെ ഉയർത്തുന്ന ബാനറുകളും ബോർഡുകളും എല്ലാം വളരെ പൊളിറ്റിക്കലി പ്രധാനമായി നിൽക്കുന്ന വാചകങ്ങളായിരിക്കും. ആ തരത്തിൽ ഹമാസ് ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ. വീണ്ടും ഇതിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കണമെങ്കിൽ ഈ ജനങ്ങളെ മുഴുവനും അതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരും. അങ്ങനെ ഫലസ്തീനി പ്രതിനിധാനമില്ലാത്ത ഒരു വിദേശ സൈന്യത്തിനെ കീഴടങ്ങാൻ ഗസക്കാർ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പോരാട്ട രംഗത്തേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെയും അതേപോലെ തന്നെ ഹമാസിന്റെയും ഒരു പദ്ധതിയും നടക്കില്ല. നേരെ മറിച്ച് അവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം ഇനി വരും ദിവസങ്ങളിൽ ഹമാസിനെ കൂടെ മുൻകൈയെടുത്തുകൊണ്ട് ഈ ചർച്ചകളിൽ പങ്കാളികളാക്കി മുന്നോട്ട് പോകാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇസ്രായേൽ സമ്മതിക്കുകയുമില്ല.
അത് മാത്രവുമല്ല, ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് പോലും പ്രശ്നമില്ലേ സുഹൈല്? കാരണം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു, പക്ഷെ ഇപ്പോഴും ഗസയിൽ ആക്രമണം അത് നിർത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ ഇസ്രായേൽ പൂർണ്ണമായിട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിൽ ഉണ്ടായിട്ടില്ല. അവർ അതിന് പകരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില മിലീഷ്യകളെ ഷിൻബെറ്റിന്റെ നേതൃത്വത്തിൽ ഇടക്കി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും പണവും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഓഫറുകളും നൽകി ചില ഗ്യാങ്ങുകളെ, ചില ക്രിമിനൽ സംഘങ്ങളെ ഇസ്രായേൽ ഗസയ്ക്കുള്ളിൽ ഉണ്ടാക്കി.